ഹലോ ഹൈ വണക്കം മക്കളെ വണക്കം. ഇതൊരു കിടിലൻ ഹൊറർ മൂവിയാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു ബോഡി ഹൊറർ മൂവിയാണ്, അത് ആദ്യം തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാഴ്ചയ്ക്ക് പ്രശ്നമുള്ള ഒരു മകളും അതുപോലെ തന്നെ അവളെ നോക്കുന്ന ഒരു സഹോദരനും, അച്ഛന് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ ഉണ്ടായത് കാരണം അയാൾ ഒരു സുപ്രഭാതത്തിൽ മരണപ്പെടുന്നു. എന്നാൽ ഈ കുട്ടികൾക്ക് 18 വയസ്സാകാത്തത് കൊണ്ട് തന്നെ ചേട്ടൻ്റെ അധീനതയിലേക്ക് അനിയത്തിയെ കൊണ്ടുവരാനും സാധിക്കുന്നില്ല. സോ ഇവർക്ക് രണ്ടുപേർക്കും ഇനി ഒരു 3 മാസത്തെ കാലം മറ്റൊരു സ്ഥലത്ത്, സർക്കാർ അനുവദിക്കുന്ന ഒരു സ്ഥലത്ത് കഴിയേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം തൻ്റെ സഹോദരന് 18 വയസ്സാകുമ്പോൾ തൻ്റെ സഹോദരിയെ അയാളുടെ കൂടെ കൂട്ടാമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരെയും ഒരു വീട്ടിലേക്ക് അയക്കുന്നു. ചെന്ന് കയറുന്നതാകട്ടെ ഒരു വിയേർഡായിട്ടുള്ള ഹോമും ആ വീട്ടിലുള്ള വിയേർഡായിട്ടുള്ള ഒരു കുട്ടിയും അവരെ കെയർ ടേക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയും. പിന്നീട് അവിടെ അരങ്ങേറുന്ന ചില സംഭവങ്ങളും സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയിലെ പ്രധാന ഇതിവൃത്തം. വളരെ ചുരുക്കം ക്യാരക്ടേഴ്സിനെ മാത്രം നിർത്തിക്കൊണ്ട് ഒരു ബോഡി ഹൊറർ സംഭവത്തിലേക്ക് ഒരു സിനിമ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ചെറിയൊരു പരിപാടിയല്ല. പക്ഷേ ഇതിനകത്ത് ഹൊറർ മൊമെൻറ്റ്സ് ആൻഡ് എലമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കിടിലമായിട്ടാണ് പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് കാണുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ടെൻഷൻ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നല്ല ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു സബൂഫർ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില ഹൊറർ മൊമെൻറ്റ്സ് ഭയങ്കരമായിട്ട് വർക്കാവും. കാരണം ഞാൻ നല്ല രീതിക്ക് സൗണ്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ സിനിമ കണ്ടതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓഡിയോ സെഷൻസ് ഭയങ്കര കിടിലമായിട്ട് വർക്കായി. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ പല ഏരിയാസിലും നല്ല രീതിക്ക് പേടിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ ഒരു കഥാപശ്ചാത്തലം പറഞ്ഞുകൊണ്ട് പോകുന്നതും മറ്റൊരു തരത്തിലേക്കാണ്. സോ അതുകൊണ്ട് തന്നെ സിനിമ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആവും. സോ അത്തരത്തിലുള്ള ക്യൂരിയോസിറ്റി നിലനിർത്തി ഒരു ഹെറിഡിറ്ററി ഇല്ലേ, ആ മൂവിൻ്റെയൊക്കെ ഒരു സ്റ്റൈല് പിടിച്ചു പോകുന്ന ഒരു ഗംഭീര പടമാണ് ഈ പറയുന്ന ബ്രിങ് ഹെർ ബാക്ക് എന്ന മൂവി. സോ ഈ സിനിമ ഇപ്പോൾ OTT-യിലൊക്കെ അവൈലബിൾ ആണ്. സോ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, ഗംഭീര പടമാണ്. OTT-യിലൊന്നും അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ തപ്പി നോക്കുക, അവിടെ മൂവി അവൈലബിൾ ആയിരിക്കും. സോ കിടിലം പടമാണ്, കണ്ടു നോക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയില്ല, പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഇൻഷോർട്ട് മൂല്യം ഈ സിനിമയ്ക്ക് എടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെയും